എൻ്റെ ഉറപ്പോൾ തന്നെ. ആയിഷ, ഞാൻ പോവാടി, ഞാൻ പോവാ. എടാ എൻ്റെ വീടല്ലേ, എൻ്റെ വീടാ, വഴി മാറിയാ പോടാ. മൃഗേഷേ, എന്താടാ നീ ഒരു കാര്യം ചെയ്യും, ആ വീപ്പക്കൂറ്റിൻ്റെ അടുത്ത് ആലോചനയുണ്ട്, അടിച്ചു കിടന്നു എൻ്റെ ആൾക്കാരായിട്ട് കാര്യമുണ്ട്. എന്താടാ ബാബു? ആ ശരി, പാരാത്രി എൻ്റെ മുണ്ട് തരാ. ആ ഞാനും കഴിച്ചു, നമ്മളെല്ലാം വർഷങ്ങളായിട്ട് വിഷം കഴിച്ചു. ആ അത് നല്ല തരിപ്പുണ്ടാവൂല്ലേ? എടാ വയറ് പുകയുന്നടാ. എടാ മൃഗേഷേ, എന്നെ ആശുപത്രി കൊണ്ടുപോടാ ബാബു. എടാ നീ കാര്യമായിട്ടാ പറഞ്ഞേ? ചതിച്ചല്ലേടാ. ഓടി വാടാ. പണിയാടാ പറ്റിച്ച്. എന്തൊരു വിഷടിച്ചത്? ആ എന്തെല്ലാം കലക്കി കുടിച്ചത്? കൊള്ളാം കേട്ടാ. അപ്പുറത്ത് കിടക്കണ അയാളെ കണ്ട അങ്ങേരി എമ്മച്ചിലാണ് വിഷം കലക്കി കുടിച്ചത്. എന്നിട്ട് ഇപ്പൊ അമ്മച്ചിയെന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കണം. ഒരു കാര്യം ചെയ്, കുറെ വെള്ളം അങ്ങ് കുടിക്കും, മൊത്തം ഛർദി ചിഞ്ഞ് പോരട്ട്. ആ കുറച്ചും കൂടി ഛർദിക്കിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കും കേട്ടാ. കൂടെ ആരെങ്കിലും വന്നാ എന്തര് പുറത്തുണ്ടാ? ആ ആ ആ ശരി. സിസ്റ്ററെ കുറെ വെള്ളം കുടിക്കും കേട്ടാ.
എൻ്റെ അമ്മ. നിങ്ങൾ ബ്രിഗേഷിന്റെ കൂടെ വന്ന ആളാ? അതെ അതെ. അയാൾ എന്തിനു വിഷം അടിച്ചത്? ഒന്നും പറയാണ്ടൊക്കെ അതായത് ഇതുവരെ കല്യാണം കഴിച്ചിട്ട് പെണ്ണ് കിട്ടണ്ടേ. 10 വയസ്സായി. അപ്പൊ എലി വിഷം എടുത്ത് കഴിച്ചു. അതിനൊക്കെ ഇപ്പൊ പ്രശ്നം എന്തര്? എനിക്ക് കിട്ടിയില്ലല്ലേ ഇതൊരു ചെറുക്കന്. ഓ, ഗവൺമെന്റ് പണി ഉണ്ടായിട്ട് കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഞാനും കഴിച്ചിട്ട. അതെന്തരെന്നറിയാമോ? ജ്വാത്സ്യന്മാര് പറയണത് എന്തര് എന്റെ ചൊവ്വയില് ശുദ്ധം കേറിപ്പോയെന്ന്. കറക്റ്റാണ്, കേറിയിട്ടുണ്ടാവും ചിലപ്പോ. ഓനിപ്പോ എങ്ങനെയുണ്ട്? കൊഴപ്പൊന്നുമില്ല. നാളെ ചിലപ്പോ നമ്മള് വാർഡിലോട്ട് മാറ്റും. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, കിടക്കാൻ ബെഡൊന്നും കിട്ടൂല. ഒന്നും വേണ്ട, ഞാൻ ഇടം കിടന്നോളാം. അയ്യ, നിങ്ങൾക്ക് കിടക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ രോഗിയുടെ കാര്യമാണ് പറഞ്ഞത്. വേണമെങ്കിൽ വെളിയിൽ നിന്ന് പാവെല്ലാം വാങ്ങിച്ചോണ്ടോ തറയിൽ വിരിച്ചെങ്കിലും കിടക്കാം. ബ്രിഗേഷ, ഓ, ഓൻ വിഷം കഴിച്ചു എന്ന് വെച്ചാൽ രാജകീയ പദവിയിലാണ്. ഓൻ എനിക്ക് രാജാവാ. അതുകൊണ്ട് തറയിൽ കിടത്താൻ പറ്റില്ല. എനിക്കെന്തര്? ചേച്ചിനെ ഇപ്പൊ വിളിക്കാം. വല്ലാത്ത സ്വഭാവമാണല്ലോ. നോക്കട്ടെ, ഞാനിപ്പോ വിളിക്കാം. ചേച്ചിനെ വിളിക്കട്ടെ. കനലെറിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. ചേച്ചി, ബ്രിഗേഷ് പണി പറ്റിച്ച്. എന്താടാ, ഓന് പെണ്ണ് കിട്ടിയ? ഓൻ വിഷം കഴിച്ച്. ആണോ? എപ്പോ? ഞാനിവിടെ ഒറ്റക്കാന്ന്. ഇനി ഓൻ്റെ അളിയനെ വിളിച്ചു പറ. ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ. പോസ്റ്റ്മോർട്ടം നമുക്ക് പിന്നെ ആക്കാം. ആദ്യം വേണ്ടത് കിടക്കാനൊരു ബെഡ്. അതെങ്കിലും തരാൻ വേണ്ടി പറ. അപ്പൊ ഓൻ ചത്തില്ലേ? ഓൻ ചാവാൻ വേണ്ടി തന്നെ വിഷം കഴിച്ച്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഓൻ വാള് വെച്ച് ഇവിടെ കിടന്ന് ഓൻ ചാവും. ശരി, കട്ടിൽ വേണമെങ്കിൽ ഞാൻ സൂപ്രണ്ടനെ വിളിച്ചു പറയാം. അല്ലേ വേണ്ട, ആ ഫോൺ നഴ്സിന്റെ അടുത്ത് കൊടുക്ക്. ഇനിയെല്ലാം സിസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ കൊടുക്കാം. സിസ്റ്ററെ ഒറ്റ മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നേ. വേമ്പാ വഞ്ചേച്ചി ഓറ് പറയും. ഞാൻ ചാത്തോത്ത് ബ്രാഞ്ച് സെക്രട്ടറി KP വനജയാ. സെക്രട്ടറിയാ പറയും. എന്തര്? ആടെ വിഷം കഴിച്ചു വന്ന ബ്രിഗേഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാ. ഓൻ ആടെ കിടക്കാൻ കട്ടിലില്ലാന്നൊരു പരാതി കിട്ടിക്കല്ലോ. നിങ്ങൾ ആ കാര്യം ഗൗരവത്തിലെടുക്കണം. അതെ, നിങ്ങൾ ചോദിക്കുമ്പോ ബെഡ് എടുത്ത് തരാനേ. ഇത് കോവള റിസോർട്ടൊന്നും അല്ല. അവനെ ചാവാൻ വിഷമടിച്ചിട്ട് വന്ന് കിടക്കണതല്ലേ, അല്ലാതെ അതിർത്തിയിൽ വെടികൊണ്ട് കിടക്കണ പട്ടാളക്കാരനൊന്നും അല്ലല്ല. നിങ്ങൾ മാന്യമായി സംസാരിക്കണം. ഈ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. ഓ ശരി, നിങ്ങൾ വിളിച്ചോളി. എന്തൊരു വേണമെങ്കിലും ആയിക്കോളി. ഓ, ബെഡല്ലേ തരാം. ഈ ചിലച്ചു കൊടുക്കല്ലേ പോയതേ. ഞാനിടയും പോയിക്കില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഓന് കൊടുക്കാം, ഓൻ കിടക്കുന്നുണ്ട്. ബ്രിഗേഷേ, ഭാവിതയാടാ, ഓക്കൊരു സമാധാനമായിട്ട് വിളിക്കുന്ന. ഇനി 2 വർത്തമാനം പറഞ്ഞോളോട്. ബ്രിഗേ, നിന്റെ നീല ഷെഡ്ഡി എവിടെയല്ലാന്ന് കാണുന്നില്ലല്ലോ. ഹലോ, ചക്കൻ കട്ടാക്കി. ഓളെന്നാ പറഞ്ഞേ? കുന്തം. എപ്പൊക്കെ നിങ്ങൾ ആരെങ്കിലും അവനോട് നല്ല വാക്ക് പറഞ്ഞിക്കാ. ഭൂമിക്കൊരു കൊടുത്ത് സേവിക്കാൻ നിൽക്കുന്നു. ഇതാ കോലയിൽ നായിക്കാട്ടം കൊണ്ട് പല്ലേപ്പിക്കേണ്ട സാധനം. തിന്നോ എന്റെ ഓവി എണീച്ച് നാരങ്ങ ഒക്കെ ആയിരുന്നു കേട്ടാ. അതിനോന് ബോധം വന്നിട്ട് വേണ്ടേ. ബ്രിഗേഷേ, ഇതാരാ വന്നേ നോക്കിയാ? മോനെ ബ്രിഗേഷേ, എനിക്ക് എങ്ങനെയുണ്ടാ? കുഴപ്പമില്ല. ശരിയാകില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് നാളെ മുതൽ പണിക്ക് തരണേ. ഈ മാഹിയിലെ ആശ്രമത്തിലാ പണി. തൊഴിലാളിയൊന്നും കിട്ടില്ലേ? പകുതി പൈസ മൂപ്പർ തന്നെ കമ്മീഷൻ എടുക്കും, പിന്നെ അവര് വരുമോ? പഞ്ചേച്ചി വന്നല്ലോ. പഞ്ചേച്ചി, ടെസ്റ്റെല്ലാം കഴിഞ്ഞിക്കാ, ഇനി നമുക്ക് പോയിക്കൂടാ? ഇനി ഒരു ടെസ്റ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അതിന് ഇവൻ നന്നായി സഹകരിക്കണം. അങ്ങനെ ഒരു ടെസ്റ്റ് അല്ലട മൃഗേ, ഇനി നാടിട്ട് പോയിട്ട് എന്തെങ്കിലും ഒപ്പിച്ചിക്കാ. 21 നമ്പർ റൂമിൽ ഡോക്ടർ തരുണാംശമുണ്ട്. ഓറെ ഒന്ന് കാണണം. ഓരോരു മനോരോഗ വിദഗ്ധനാ. മാനസരോഗത്തിന്റെ? പേടിക്കണ്ട, ആത്മഹത്യ ഭീരുക്കളുടെ ലക്ഷണമാണ്. ഇവൻ ഇനി അതിനെ മെനക്കെടില്ല എന്ന് ഉറപ്പുവരുത്തണമല്ലോ. അതൊന്നും കാണിച്ചില്ല.